നമസ്കാരം. ഫെബ്രുവരി 5 ഉച്ചയ്ക്ക് 1:46 വ്യാഴം മിഥുനം രാശിയിൽ നേർഗതി സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായ കാര്യങ്ങളാണ് ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരുക. വ്യാഴത്തിന്റെ നേർഗതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവർക്ക് പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ടും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് ഇനി മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ ആർജിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് വന്നു ചേരുക. കൂടാതെ ഇവർക്ക് ബിസിനസ് പരമായോ തൊഴിൽപരമായോ നേട്ടങ്ങൾ വന്നു ചേരുക. കൂടാതെ പ്രധാനമായും ഇവർ പ്രതീക്ഷിക്കാത്തതായ വ്യക്തികൾ മൂലം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് സ്വന്തമാക്കുവാൻ സാധിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പല കാര്യങ്ങളും വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനാൽ പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും നറുക്കെടുപ്പിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും സൗഭാഗ്യങ്ങളും ചെയ്യുന്നതായ പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല ജോലികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ്. കൂടാതെ ഉദ്യോഗസ്ഥർ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. ആരോഗ്യനില തൃപ്തികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങണം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദീർഘദൂര യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതായ പല സൂചനകളും വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബാംഗങ്ങളുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ലോട്ടറി അല്ല ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക, നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക,
തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. നൽകിയിരിക്കുന്നതായ കൈവായ്പ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ധനം പല ധനസ്രോതസ്സുകളിൽ നിന്നും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ പ്രധാനമായും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റത്താൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷം അനുഭവപ്പെടുന്നതായ ഒരു സമയം തന്നെയായി മാറും. കൂടാതെ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാവുന്നതുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആരോഗ്യനില നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ, ബഹുമാനം വന്നു ചേരുന്നതായ സമയമാകുന്നു. വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് വാഹനമോ മറ്റു കാര്യങ്ങളോ ആണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ, അതായത് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതായ പണം അല്പമെങ്കിലും തിരികെ ലഭിക്കുക, കൈവായ്പകൾ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ മനസ്സിനെ അലോസരപ്പെടുന്നതായ പലവിധ ചിന്തകൾ മനസ്സിലുണ്ട്. അതിനാൽ പലവിധ നെഗറ്റീവായ ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു. അത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായി തീരും. ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ ചില വ്യക്തികളെ വിശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം തർക്കങ്ങൾ, വഴക്കുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.